ഒരു കെയോസ് ഉണ്ടായി ആളുടെ ജീവൻ രക്ഷിക്കുക എന്നാണ് അവിടെ പരമപ്രധാനമായ കാര്യം. അതിൻ്റെ ഇടയ്ക്ക് ഇവളുടെ പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ട് എന്ത് തേങ്ങാക്കൊലയ്ക്ക് വരുന്നു എന്നാണ് എനിക്ക് അനുമോളോടും നൂറയോടും ആ സമയം ചോദിക്കാനുള്ളത്. ഇവർ കൊല്ലാൻ നോക്കി, ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവ് കണ്ടിട്ട് ഞാൻ നിർത്തിപ്പോയ സന്ദർഭം അന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു 4 സീസൺസ് മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ട്. ഇതുവരെ ഇത്രയും പ്രിവിലേജ് കിട്ടിയ ഒരു മനുഷ്യ സ്ത്രീനെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഗെയിം കളിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഗെയിം കളിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഇന്നത്തെ എപ്പിസോഡിനെതിരെ ശക്തമായ വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ആദ്യം ചർച്ചയായത് നെവിൻ അനുമോളുടെ ബെഡിലേക്ക് വെള്ളം ഒഴിച്ചതിനെ കുറിച്ചാണ്. അപ്പം ഞാൻ ലാലേട്ടൻ പറയുമെന്ന് പ്രതീക്ഷിച്ചത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലായിരിക്കും ലാലേട്ടൻ പറയുക എന്ന്. പക്ഷേ അവിടെ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നതാണ്. അതിലെന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. നെവിനെ പുറത്താക്കാൻ അനുമോൾ ശ്രമിക്കുന്നു. സോ നെവിൻ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു. ഇതൊരു ഗെയിമല്ലേ? അപ്പം പുറത്താക്കാൻ നോക്കുന്ന ആളെ അവരെ ടാർഗറ്റ് ചെയ്യും, സ്വാഭാവികം. ഇതിപ്പം നെവിൻ ആയതുകൊണ്ട് മാത്രം ഞാൻ വെള്ള പൂശാൻ വരുന്നതല്ല. കമൻറ്റ് ബോക്സിൽ കുറേ പേര് പറയുന്നത് കേട്ടു നെവിൻ ആര്യൻ അക്ബറിനെതിരെ വെള്ള പൂശാൻ നടക്കുന്നതിനാണ് ഞാൻ എന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദില ആയിക്കോട്ടെ നൂറ ആയിക്കോട്ടെ നെവിൻ്റെ ഭാഗത്ത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും ഇക്കാര്യത്തിൽ. അതിന് ഞാൻ പറയാൻ പോകുന്ന കാരണങ്ങൾ നിങ്ങൾ കേട്ടോളൂ. ആദ്യമായിട്ട് ഇവർ ക്യാപ്റ്റൻ ആവുകയാണ്. ഇവരുടെ ക്യാപ്റ്റൻ്റെ ആവുന്ന സമയത്ത് തന്നെ അനുമോൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആര്യൻ ഇത് നെവിനോട് പോയി പറയുന്നു. അപ്പം നെവിൻ പറഞ്ഞു വെള്ളം എടുത്തിട്ട് വരാൻ പറയുന്നു. ജസ്റ്റ് മുഖത്തേക്ക് തളിക്കുന്നുള്ളൂ. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ, ജസ്റ്റ് മുഖത്തേക്ക് തളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവും എന്തിന് മുഖത്തേക്ക് തളിച്ചു? മുഖത്തേക്ക് തളിക്കുന്നതുകൊണ്ട് എന്താ? പ്രവോക്ക് ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? ജസ്റ്റ് തളിക്കുന്നുള്ളൂ. അതായത് ഉറങ്ങിക്കിടന്നൊരു വ്യക്തിയാണ്, അവരുടെ മുഖത്തേക്ക് ജസ്റ്റ് എണീറ്റിരുന്നപ്പോൾ തന്നെ വെള്ളം തളിച്ചു. അതിന് തിരിച്ചു വേണമെങ്കിൽ വർത്തമാനം പറയാം, അല്ലെങ്കിൽ നെവിനോട് പറയാം എനിക്ക് പീരീഡ്സ് ആണ്, ഇതിങ്ങനെ ചെയ്യരുത്, അതായത് വെള്ളം തളിക്കാൻ പോകുന്നതിന് മുന്നേ വേണമെങ്കിൽ ഇത് പറയാം. പക്ഷേ അപ്പോഴും നമ്മുടെ അനുമോൾ ഈ കാര്യം പറയുന്നില്ല. വെള്ളം തളിച്ചതിന് ശേഷം അനുമോൾ കുറേ പിച്ചി മാന്തി, അതിനുശേഷം കുറേ ബോട്ടിൽ വെള്ളം എടുത്തൊഴിച്ചു. അതിനുശേഷം നെവിന അതായത് കുറേ വെള്ളം എടുത്തിട്ട് ബെഡിലേക്ക് ഇടുമ്പോഴാണ് പറയുന്നത് എനിക്ക് പീരീഡ്സ് ആണെന്ന്. ഇതാദ്യം പറഞ്ഞ അനുമോൾക്ക് എന്താ പറ്റാൻ പോകുന്നത്? അപ്പം അനുമോൾക്കും അവിടെ പ്രശ്നം ഉണ്ടാക്കണം. നെവിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ, അതേപോലെ നെവിനും അനുമോളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഈവൻ പുറകെ പോയി പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. ആദ്യം അനുമോൾ കിടന്നുറങ്ങിയത് കൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്? അവിടെ ആദ്യം എണീറ്റിരിക്കുവാണെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ഞാൻ ചോദിച്ചു പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇത് ആദില ചെയ്താലും നൂറ് ചെയ്താലും എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇവൻ പ്രോപ്പർട്ടി നശിപ്പിക്കാൻ നോക്കി എന്നുള്ള കാര്യത്തിൽ ശരിയായിരിക്കാം. പക്ഷേ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചും ടാർഗറ്റ് ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. പിന്നെ പാല് ഷാനവാസിൻ്റെ മേത്തേക്ക് വീഴുന്നതും പിന്നെ അവിടെ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് പിന്നെ ലാലേട്ടൻ സംസാരിച്ചത്. ഷാനവാസിനെ അവിടെ നിന്ന് കൺഫെഷൻ റൂമിലേക്ക് പോകാനെടുത്ത സമയം 8 മിനിറ്റ്. ഈ കാര്യം ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ വ്യക്തമായി പറയുന്നതാണ്. ഇത് ലാലേട്ടൻ എടുത്തു പറയും, ഇതിന് ശകാരിക്കുമെന്ന് ഞാൻ ശരിക്കും കരുതിയിരുന്നു. അതിനാണ് എനിക്ക് ഇന്ന് എത്രയും ഡിസ്കംഫർട്ട് ഉണ്ടായത്. അല്ലെങ്കിൽ എനിക്കിത് ശരിയായിട്ട് തോന്നാതിരുന്ന ഒരു കാര്യം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ശാസിക്കേണ്ടത് തന്നെയായിരുന്നു. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് അനുമോളും ആദിലയും നൂറയാണ്. ഇതെൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടുകൊള്ളൂ. ആദ്യം അക്ബർ പറയുകയാണ് ഇത് കള്ളത്തരമാണ്, അഭിനയമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവർ റിയലൈസ് ചെയ്യുകയാണ് ആ സിറ്റുവേഷൻ, ആ ഒരു കെയോസിൻ്റെ ബേസിസിൽ ഷാനവാസിന് അങ്ങനെ സംഭവിച്ചേക്കാം, ഇത് റിയൽ ആണ് എന്ന് മനസ്സിലാക്കി ഷാനവാസിനെ എടുക്കുന്നു. അതായത് വെള്ളം കുടിച്ചതിൻ്റെ ഇടയ്ക്ക് അവിടെ ഷാനവാസിനെ പൊക്കാൻ കെൽപ്പുള്ളതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഒരു പരിധി വരെ നമ്മുടെ അനീഷിന് പറ്റും, പിന്നെയും കുറച്ചും കൂടെ സാബുമാന് പറ്റും. അവിടെ ഏറ്റവും കൂടുതൽ കെൽപ്പുള്ളത് ഞാൻ കാണുന്നത് അക്ബറിലാണ്. അക്ബർ എന്നിട്ട് എണീപ്പിക്കുകയാണ് ഉണ്ടായത്. എണീപ്പിച്ച് നടക്കാൻ തുടങ്ങി. അപ്പം ആര്യനും റിയലൈസ് ചെയ്തിട്ടാണ് പറയുന്നതെന്ന് ഇന്ന് എപ്പിസോഡിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കും. റിയലൈസ് ചെയ്തിട്ട് വന്നു, പിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആര്യൻ്റെ കൈ അനുമോൾ തട്ടി മാറ്റുന്നു. അവിടെ വീണ്ടും പ്രശ്നം സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുശേഷം അക്ബറിനോട് മാറി നിൽക്കാൻ പറയുന്നു. എന്നിട്ട് അക്ബർ മാറി നിൽക്കുമ്പോഴാണ് ഷാനവാസ് അവിടെ ഇരിക്കേണ്ടതായിട്ട് വരുന്നത്. ഒരു കെയോസ് ഉണ്ടായി ആളുടെ ജീവൻ രക്ഷിക്കുക എന്നാണ് അവിടെ പരമപ്രധാനമായ കാര്യം. അതിൻ്റെ ഇടയ്ക്ക് ഇവളുടെ പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ട് എന്ത് തേങ്ങാക്കൊലയ്ക്ക് വരുന്നു എന്നാണ് എനിക്ക് അനുമോളോടും നൂറയോടും ആ സമയം ചോദിക്കാനുള്ളത്. അതെന്തുകൊണ്ട് അനുമോളും നൂറയോടും ലാലേട്ടൻ ചോദിച്ചില്ല എന്നുള്ള ശക്തമായ വിയോജിപ്പ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് ഷാനവാസ് ഇരിക്കുമ്പോൾ തന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടെ കിടന്ന് ചിരിച്ചുകൊണ്ടിരുന്നതല്ലേ, ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ? ആ ഷാനവാസിനെ എത്രയും വേഗം കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള അല്ലെങ്കിൽ പരമപ്രധാനമായിട്ടുള്ള കാര്യം. എന്നിട്ടും അവിടെ കിടന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അക്ബർ പറയുന്നുണ്ട് വേഗം പോയിട്ട് കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കൂ പ്ലീസ് എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ആ പോകുന്ന വഴിക്കും അനുമോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ നെവിനെ കുറ്റപ്പെടുത്തും, നെവിൻ അത് പിന്നെ അഭിനയമാണ് എന്നാണ് അകത്തേക്ക് പോകുമ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആര്യനും അക്ബറും അങ്ങനെയല്ല എന്നാണ് എനിക്ക് വീഡിയോയിലൂടെ മനസ്സിലായത്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ്, ഒരു 10 മിനിറ്റ് മുന്നേ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇയാൾ രക്ഷപ്പെടുമായിരുന്നു.
അതുപോലെ തന്നെയുള്ളൊരു സിറ്റുവേഷനാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ അതിന് ശേഷവും ആദിലെ ആയിക്കോട്ടെ, നൂറ ആയിക്കോട്ടെ, അനുമോളായിക്കോട്ടെ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 24 മണിക്കൂറാണുള്ളതെങ്കിൽ 8 മണിക്കൂർ കിടന്നുറങ്ങിയാൽ 16 മണിക്കൂർ അവർ ലൈവിലുണ്ട്. 16 മണിക്കൂർ. ഈ 16 മണിക്കൂർ ഒരു 4 മണിക്കൂർ മിനിമമെങ്കിലും ഈ അക്ബറിനെക്കുറിച്ചും നെവിനെക്കുറിച്ചും ആര്യനെക്കുറിച്ചും ഇവർ കൊല്ലാൻ നോക്കി, ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവ് കണ്ടിട്ട് ഞാൻ നിർത്തിപ്പോയ സന്ദർഭം അന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ്? ഇത് 1-2 പേര് കാണുന്നൊരു പ്ലാറ്റ്ഫോം അല്ല. മേ ബി ഒരു 3 കോടി 3.5 കോടി ജനങ്ങളുള്ള മലയാളികളുണ്ട്. അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അവിടെ വന്നിട്ടാണ് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ലാലേട്ടൻ ഇന്ന് വന്നിട്ട് പറയുന്നത് അതങ്ങനെയാണല്ലേ, ഇതിങ്ങനെയാണല്ലേ, ഇത്രയും മാത്രമാണ് ചോദിക്കുന്നത്. അവർ അങ്ങനെ ചെയ്തതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്തുന്നില്ല. അതിലെനിക്ക് ശക്തമായ വിയോജിപ്പ് വീണ്ടും ഉണ്ട്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടിക്കറ്റ് ടു ഫിനാലേനെ കുറിച്ചാണ്. നൂറ അവിടെ ടൂർ വന്നതാണ് എന്ന് അക്ബർ പറയുന്നുണ്ട്. അക്ബർ അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് മാറ്റി പറയാൻ പോകുന്നില്ല. മേ ബി അത് അക്ബർ പറയാനുള്ള കാരണം എല്ലാ സിറ്റുവേഷനും കാണാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ഞാനും ഇപ്പോഴും പറയും നൂറ അവിടെ ടൂർ വന്നതാണ്. ഈവൻ ടിക്കറ്റ് ടു ഫിനാലേൻ്റെ ഈ വീക്കിലടക്കം എന്ന് പറയും. വിത്ത് എവിഡൻസ്. ഇതാ കേട്ടോളൂ. ഇതുവരെ ഞാനൊരു 4 സീസൺസ് മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ട്. ഇതുവരെ ഇത്രയും പ്രിവിലേജ് കിട്ടിയ ഒരു മനുഷ്യ സ്ത്രീനെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഗെയിം കളിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഗെയിം കളിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ബാക്കി ഡ്യൂട്ടികൾ ഒരു ദിവസം ഒരു കുറച്ച് നേരം ചെയ്തു എന്നല്ലാതെ ഈ വീക്കിൽ നൂറ് ഒരു പണിയും എടുത്തിട്ടില്ല. ഇനി കൂടാതെ ഇതിന് മുന്നേ ഉള്ള ആഴ്ചകളാണെങ്കിലോ ആ പട്ടാഗേഴ്സിൻ്റെ ഗ്യാങ്ങിൽ മര്യാദയ്ക്ക് ഇരിക്കും. ഇവരുടെ ബാക്കി ആരുടെ കൂടെയും വർത്താനം പറയാതെ ചുമ്മാ അവിടെ പോയി പ്രതിമ പോലെ ഇരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സോ ഞാൻ ഇപ്പോഴും പറയും നൂറ ഇപ്പോഴും ടൂറിലാണ്. ഇന്നത്തെ എപ്പിസോഡിൽ പല കാര്യങ്ങൾ നല്ല ശക്തമായി ലാലേട്ടൻ ചർച്ച ചെയ്യാത്തതിൽ എനിക്ക് വളരെയധികം വിയോജിപ്പുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ യോജിക്കുന്നുവോ ഇല്ലയോ എന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്.